നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ കോൺക്ലേവുമായി മലങ്കര ഓർത്തഡോക്സ് സഭ. ഡ്രഗ്സ് കമ്മിറ്റി ഉച്ചകോടി ഈ മാസം 14-ന്. നിലമ്പൂരിൽ പ്രത്യേക രാഷ്ട്രീയ നിലപാടില്ലെന്ന് ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. കോട്ടയം ഇറഞ്ഞാൽ സ്വദേശിയായ കീബോർഡ് ആർട്ടിസ്റ്റിനെ കാണാനില്ലെന്ന് പരാതി. രഞ്ജു ജോണിനെ കാണാതായത് ഈ മാസം 4-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് അപായപ്പെടുത്തിയതാകാമെന്ന് കുടുംബം. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി. ഇല്ലിക്കലിലെ പൊന്മല പാലം അപകടാവസ്ഥയിൽ. അപ്രോച്ച് റോഡ് ഇടിഞ്ഞിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. പാമ്പാടി ബസ് സ്റ്റാൻഡ് ശോച്യാവസ്ഥയിൽ. അനധികൃത പാർക്കിംഗ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നു. വെയിറ്റിംഗ് ഷെഡും നനയുന്നു. വാർത്തകൾ വിശദമായി. ലഹരിക്കെതിരെ കോൺക്ലേവുമായി മലങ്കര ഓർത്തഡോക്സ് സഭ. ഡ്രഗ്സ് കമ്മിറ്റി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടി ഈ മാസം 14-ന് രാവിലെ 10 മണി മുതൽ കോട്ടയം ദേവലോകം കാതോലിക്കറ്റ് അരമനയിൽ നടക്കുമെന്ന് ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. നിലമ്പൂരിൽ പ്രത്യേക രാഷ്ട്രീയ നിലപാടില്ലെന്നും ബാവ കൂട്ടിച്ചേർത്തു. ലഹരിക്കെതിരെ കോൺക്ലേവുമായി മലങ്കര ഓർത്തഡോക്സ് സഭ. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ രംഗത്തെത്തി. ഡ്രഗ്സ് സമ്മിറ്റ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടി ജൂൺ 14-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ സഭാ ആസ്ഥാനമായ കോട്ടയം ദേവലോകം കാതോലിക്കറ്റ് അരമനയിൽ നടക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അധ്യക്ഷത വഹിക്കും. ലഹരിക്കെതിരായ പോരാട്ടം മലങ്കര സഭയുടെ സാമൂഹികവും ആത്മീയവുമായ ഉത്തരവാദിത്തമാണെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ മത, സാമുദായിക, രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളും ഈ മഹാവിപത്തിനെ തുടച്ചു നീക്കാൻ രംഗത്തിറങ്ങണം. സഭയുടെ ദേവാലയങ്ങളിലും വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികൾക്കായുള്ള ബോധവൽക്കരണ പരിപാടികൾ തുടരുമെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. ഓരോ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ മാത്രം വിളിച്ച് അവർക്കിതിന് ബോധവൽക്കരണം നടത്തുകയും അവര് സമൂഹത്തിൽ ഓരോ സ്ഥലത്തും സ്കൂളുകളിലും കോളേജുകളിലും പള്ളികളിലുമൊക്കെ ഇത് ബോധ്യപ്പെടുത്തുവാനുള്ള അവരെ എക്യൂപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്യാവശ്യമായിട്ടും സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങളാണ്. ഇതിലെല്ലാ സഭയും സമൂഹവും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മറ്റ് വിവിധ മതങ്ങളിൽ നിന്നുള്ളവരുണ്ട്, വിവിധ സഭാ വിഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്. എല്ലാവരും ഈ കാര്യത്തിൽ ബദ്ധശ്രദ്ധരായി നമ്മോടൊപ്പം സഹകരിക്കുന്നു. അതിലൊക്കെ സന്തോഷമുണ്ട്. ഡ്രഗ്സിറ്റ് ഉച്ചകോടിയുടെ ഭാഗമായി കോട്ടയം നഗരത്തിൽ ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി ഫ്ലാഷ് മോബുകൾ വരും ദിവസങ്ങളിലും സംഘടിപ്പിക്കും. നിലമ്പൂരിൽ പ്രത്യേക രാഷ്ട്രീയ നിലപാട് ഇല്ലെന്ന് ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. സ്വന്തം മനസാക്ഷി അനുസരിച്ച് തീരുമാനമെടുക്കാമെന്നും സഭാമക്കൾക്ക് അതിനുള്ള പ്രാപ്തിയുണ്ടെന്നും ബാവ കൂട്ടിച്ചേർത്തു. നമ്മുടെ ജനങ്ങളെല്ലാവരും നല്ല രാഷ്ട്രീയ ബോധവാന്മാരാണ്. അതുകൊണ്ടത് അവർക്ക് അറിയാം എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അത് ആ രാഷ്ട്രീയ അല്ലെങ്കിൽ ആ സാഹചര്യമനുസരിച്ച്, അവിടുത്തെ സാഹചര്യമനുസരിച്ച്, ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അനുസരിച്ച് ഏത് തരത്തിൽ ചെയ്യണമെന്നുള്ളത് ആ ജനങ്ങൾക്കറിയാം. ഞങ്ങളതിനെ ഇന്ന പാർട്ടിക്ക് ചെയ്യണമെന്ന് പറയാറില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയുന്നില്ല. ദേവലോകം അരമനയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സഭാധ്യക്ഷനും മലങ്കര മെത്രാപ്പൊലീത്തയുമായ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, സഭയുടെ മാനവ ശാക്തീകരണ വിഭാഗം പ്രസിഡന്റ് ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത, മാധ്യമ വിഭാഗം പ്രസിഡന്റ് ഡോക്ടർ യൂഹനാൻ മാർ ദിയസ്കോറസ് മെത്രാപ്പൊലീത്ത, വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് വർഗീസ് അമയിൽ, അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം, മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, മാനവ ശാക്തീകരണ വിഭാഗം ഡയറക്ടർ ഫാദർ PA ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം സ്വദേശിയായ കീബോർഡ് ആർട്ടിസ്റ്റിനെ കാണാനില്ലെന്ന പരാതിയുമായി കുടുംബം. ഇറഞ്ഞാൽ സ്വദേശി രഞ്ജു ജോണിനെ ഈ മാസം 4-ാം തീയതി മുതൽ കാണാനില്ലെന്ന് കുടുംബം ജില്ലാ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. കോട്ടയം സ്വദേശിയായ കീബോർഡ് ആർട്ടിസ്റ്റിനെ കാണാനില്ലെന്ന പരാതിയുമായി കുടുംബം. ഇറഞ്ഞാൽ വെടുത്തെടുത്ത് രഞ്ജു ജോണിനെ ഈ മാസം 4-ാം തീയതി മുതൽ തിരുവനന്തപുരത്ത് വെച്ച് കാണാതായതായി കുടുംബം ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദിന് നൽകിയ പരാതിയിൽ പറയുന്നു. ആലപ്പുഴയിൽ പരിപാടി അവതരിപ്പിക്കാനായി പോയ രഞ്ജു പരിപാടിക്ക് ശേഷം ഭാര്യാമാതാവിന്റെ വീടായ തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്നു. പിന്നീടാണ് കാണാതായതെന്ന് കുടുംബം പരാതിയിൽ പറയുന്നു. ഭാര്യയുമായി കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും കുടുംബാംഗങ്ങൾ പറഞ്ഞു. രഞ്ജുവിനെ അപായപ്പെടുത്തിയതാകാമെന്ന് അമ്മ മറിയക്കുട്ടിയും സഹോദരൻ രഞ്ജിത്തും പറയുന്നു.
അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ വീട്ടിൽ വരാറില്ല. പരിപാടിക്കുന്ന കൂട്ടുകാരുടെ വീടുകളിലൊക്കെ താമസിക്കുന്നത്. എന്നിട്ട് ജൂൺ 2-ാം തീയതി ലാസ്റ്റ് ഞങ്ങൾ അച്ഛനും ചാച്ചനും അമ്മയും കാണുന്നത്. പിന്നെ എൻ്റെ കുഞ്ഞിനെ പറ്റി ഒരു വിവരവും ഇല്ല. എവിടെയാണ്? 9 ദിവസമായി. അവനെ പറ്റി എന്തെങ്കിലും ഒരു വിവരം കിട്ടും. പരാതിപ്പെടും. തിരുവനന്തപുരത്ത് എത്തിയെന്നറിയിക്കാനായി രഞ്ജു വിളിച്ചിരുന്നെന്നും പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയതായും സുഹൃത്തുക്കളായ ഷെബിൻ ലാസറും സാം ജോണും പറഞ്ഞു. അവസാനം എന്തൊക്കെയോ സെറ്റിൽമെൻറ്റ് പറഞ്ഞ് ഇവർ നേരെ രഞ്ജു അവൻ്റെ ഭാര്യ വീട്ടിൽ ചെന്നാണ്. അവിടെ പോകാൻ വേണ്ടി പോയാണ്. തിരുവനന്തപുരത്ത് വെച്ചാണ് ഇദ്ദേഹത്തെ കാണാതാകുന്നത്. അതിൻ്റെ കാരണം ആലപ്പുഴ തിരുവനന്തപുരത്ത് ചെന്നതായിട്ട് ആലപ്പുഴയുള്ള എൻ്റെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചെന്ന് ഭാര്യ പറയുന്നു. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ പറച്ചിലിനകത്തൊക്കെ ഒത്തിരി സംശയങ്ങൾ ഞങ്ങൾക്കുണ്ട്. രഞ്ജു എവിടെയാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമല്ല. എന്നാൽ കേരള പോലീസ് ഊർജിതമായിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രഞ്ജുവിനെ കണ്ടുപിടിക്കണം. ഞങ്ങൾക്ക് അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരണമെന്നറിയാം. രഞ്ജുവിനെ കാണാനില്ലെന്ന് കാട്ടി ഭാര്യയും അമ്മയും തിരുവനന്തപുരം SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. അവിടെ അന്വേഷണം നടക്കുന്നതിനാൽ കോട്ടയത്ത് അന്വേഷണം തുടരാൻ കഴിയില്ല. പരാതി സ്വീകരിച്ച് വേണ്ട നടപടിയെടുക്കാമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചതായും കുടുംബാംഗങ്ങൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ഇല്ലിക്കലിലെ പൊന്മല പാലം അപകടാവസ്ഥയിലായി. അപ്രോച്ച് റോഡ് ഇടിഞ്ഞിരുന്നതോടെ ഇരുചക്ര വാഹനങ്ങൾ അടക്കം കടന്നുപോകാൻ ബുദ്ധിമുട്ടുകയാണ്. അപകടങ്ങളും പതിവായിട്ടുണ്ട്. മഴ കനത്തതോടെ കുമ്മനം ഇല്ലിക്കൽ മേഖലകളെ ബന്ധിപ്പിക്കുന്ന പൊന്മല പാലം അപകടാവസ്ഥയിലായി. അപ്രോച്ച് റോഡ് ഇടിഞ്ഞിരുന്നതാണ് പാലത്തെ അപകടാവസ്ഥയിൽ എത്തിക്കുന്നത്. ഇല്ലിക്കൽ കുഴുത്താർ റോഡിലെ പ്രധാന പാലങ്ങളിൽ ഒന്നാണ് പൊന്മല പാലം. അപ്രോച്ച് റോഡും പാലവും തമ്മിൽ ഉയരവ്യത്യാസം കൂടിയതോടെ വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായി. ഇരുവശത്തും മണ്ണടിച്ച് താൽക്കാലിക പരിഹാരം കാണാമെങ്കിലും നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടും അധികൃതർ അനങ്ങിയിട്ടില്ല. മഴ ശക്തമായതോടെ റോഡ് കൂടുതൽ താഴത്തേക്ക് ഇരിക്കാനാണ് സാധ്യത. ഇരുചക്ര വാഹനങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടാണ് പാലത്തിൽ കയറിയിറങ്ങുന്നത്. സ്കൂൾ വാഹനങ്ങൾ അടക്കം കടന്നു പോകുന്നത് ഏറെ ക്ലേശിച്ചാണ്. ദിവസേന 100 കണക്കിന് വാഹനങ്ങളാണ് പൊന്മല പാലം വഴി കടന്നുപോകുന്നത്. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അസൗകര്യങ്ങളുടെ നടുവിൽ പാമ്പാടി ബസ് സ്റ്റാൻഡ്. യാത്രക്കാർക്കുള്ള ഇരിപ്പിടങ്ങൾ മഴ പെയ്താൽ നനയുന്ന സ്ഥിതിയാണ്. കൂടാതെ സ്റ്റാൻഡിലെ അനധികൃത പാർക്കിങ്ങും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി യാത്രക്കാർ പറയുന്നു. പാമ്പാടിയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അസൗകര്യങ്ങളുടെ നടുവിൽ. ദേശീയപാതയിൽ കൂടി കടന്നുപോകുന്ന ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ കയറിയിറങ്ങുന്ന ബസ് സ്റ്റാൻഡാണിത്. പാമ്പാടി, കൂരോപ്പട, മീനടം മേഖലയിലെ യാത്രക്കാർ ആശ്രയിക്കുന്നത് പാമ്പാടിയിലെ ബസ് സ്റ്റാൻഡിനെയാണ്. KSRTC ബസ്സുകൾ ഉൾപ്പെടെ ദിവസേന 100 കണക്കിന് വാഹനങ്ങളാണ് ഇവിടെ കയറിയിറങ്ങുന്നത്. ബസ് കാത്തുനിൽക്കുന്നവർക്ക് നല്ലൊരു ഇരിപ്പിടം പോലും ഇവിടെയില്ല. തീർത്തും വീതി കുറഞ്ഞ വെയിറ്റിംഗ് ഷെഡിൽ കയറി നിന്നാൽ മഴക്കാലത്ത് പൂർണ്ണമായും നനയും. നല്ല ഇരിപ്പിടങ്ങളും കുറവാണ്. പാമ്പാടി ബസ് സ്റ്റാൻഡിലെ സ്ഥലം പൂർണ്ണമായും ബസ്സുകൾക്കായി മാത്രം മാറ്റിവെക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. അനധികൃത പാർക്കിംഗ് ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പ്രദേശത്ത് തെരുവുനായ ശല്യവും രൂക്ഷമാണെന്ന് യാത്രക്കാർ പറയുന്നു. നമുക്കിവിടെ മെയിനായിട്ട് പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഇരിപ്പിടം എന്ന് പറയുന്നത് നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. അതുപോലെ വണ്ടികളുടെ പാർക്കിംഗ് വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ളത് ഇവിടെ ഒരു നായ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ വണ്ടിയായിട്ട് പോകുമ്പോൾ അവർ നമ്മുടെ ബാക്കിലൂടെ വന്ന് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ. എനിക്ക് തന്നെ ഞാനും ഒരു അനുഭവസ്ഥനാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഞ്ചായത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ഒരു കാര്യമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെന്ന് പറഞ്ഞാൽ ഈ പാർക്കിംഗ് അതിരൂക്ഷമായിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നിൽക്കാനുള്ള അവസ്ഥ പോലും ഇല്ലാത്തൊരു ഇത് വരുന്നുണ്ട്. അതിനുള്ളൊരു പ്രത്യേക പാർക്കിംഗ് സൗകര്യം കൂടി സ്റ്റാൻഡ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ദേശീയപാത 183 പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകളിൽ ഒന്നാണ് പാമ്പാടി ബസ് സ്റ്റാൻഡ്. മെറ്റൽ പാകി കോൺക്രീറ്റ് ചെയ്ത സ്റ്റാൻഡിൽ പലയിടങ്ങളിലും കോൺക്രീറ്റ് ഇളകി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സ്റ്റാൻഡിന്റെ വശങ്ങളിലെ ഓടയുടെ സ്ലാബുകളും തകർന്നു കിടക്കുകയാണ്. എത്രയും വേഗം നടപടികൾ കൈക്കൊള്ളാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കറുകച്ചാൽ മാന്തുരുത്തിയിൽ ഇന്നലെ രാത്രിയുണ്ടായ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. കാഞ്ഞിരപ്പാറ കാരുവേലി പുത്തൻപുരയ്ക്കൽ ഗോപികൃഷ്ണനാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. കൂട്ടുകാരനെ കൊണ്ടുവരാനായി പോയതായിരുന്നു ഗോപികൃഷ്ണൻ. അമിത വേഗതയിൽ എത്തിയ ഇന്നോവ കാർ ബൈക്കിൽ ഇടിച്ച് ഗോപികൃഷ്ണൻ തൽക്ഷണം മരിച്ചു.
സംസ്ഥാനത്തെ ഹൈസ്കൂൾ ക്ലാസുകളിൽ എല്ലാ ദിവസവും അരമണിക്കൂർ അധികം പ്രവൃത്തി ദിവസമാക്കി. വെള്ളിയാഴ്ച സാധാരണ പോലെ തുടരും. മറ്റു ദിവസങ്ങളിൽ രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയായിരിക്കും ക്ലാസുകൾ. സംസ്ഥാനത്തെ ഹൈസ്കൂൾ ക്ലാസുകളിൽ വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും അരമണിക്കൂർ അധികം പ്രവൃത്തി സമയമാക്കി. പുതിയ സമയക്രമം നിശ്ചയിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കി. രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയായിരിക്കും ഇനി മുതൽ ഹൈസ്കൂളുകളിൽ ക്ലാസുകൾ നടക്കുക. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും 15 മിനിറ്റുകൾ വീതമാണ് കൂട്ടിയത്. 220 പ്രവൃത്തി ദിവസം വേണമെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് സമയക്രമത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മാറ്റം വരുത്തിയത്. 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിൽ ശനിയാഴ്ച ഇനി ക്ലാസ് ഉണ്ടായിരിക്കില്ല. UP വിഭാഗത്തിൽ ആഴ്ചയിൽ 6 പ്രവൃത്തി ദിവസം തുടർച്ചയായി വരാത്ത 2 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസങ്ങൾ ആയിരിക്കും. ഹൈസ്കൂളിൽ 6 ശനിയാഴ്ചകളും പ്രവൃത്തി ദിനങ്ങൾ ആയിരിക്കും. 25 ശനിയാഴ്ചകൾ ഉൾപ്പെടെ 220 അധ്യയനം 25 ശനിയാഴ്ചകൾ ഉൾപ്പെടെ 220 അധ്യയന ദിനം തികയ്ക്കുന്ന രീതിയിലാണ് പുതിയ വിദ്യാഭ്യാസ കലണ്ടർ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം കൊല്ലാട് പാറയ്ക്കൽ കടവിൽ നിയന്ത്രണം നഷ്ടമായ കാർ റോഡരികിലെ മതിലിൽ ഇടിച്ച് അപകടത്തിൽ ഇത്തിത്താനം സ്വദേശിയായ അധ്യാപികയ്ക്ക് പരിക്കേറ്റു. വൈകുന്നേരം 4 മണിയോടെയായിരുന്നു പാറയ്ക്കൽ കടവിൽ അപകടമുണ്ടായത്. കോട്ടയം ഭാഗത്തേക്ക് വരികയായിരുന്നു കാർ. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. വിവിധ ആവശ്യങ്ങളുമായി ഇറച്ചി വ്യാപാരികൾ ഇറച്ചിക്കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നു. വിവിധ കാരണം കൊണ്ട് ആവശ്യത്തിന് കന്നുകാലികളെ കിട്ടാനില്ലാത്തതും പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട്. മീറ്റ് ഇൻഡസ്ട്രീസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാലത്തേക്ക് ഇറച്ചിക്കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാൻ തീരുമാനമായി. വിവിധ കാരണങ്ങളാൽ ഇന്ത്യയിലെ കാലി സമ്പത്ത് കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും കാലി വളർത്തലിനുള്ള ചെലവ്, കാലിത്തീറ്റയുടെ വില കൂടുതൽ, പാലിന്റെ വിലക്കുറവ്, സ്വതന്ത്രമായി മാർക്കറ്റ് ചെയ്യുവാനുള്ള തടസ്സം, കാലികളുമായുള്ള യാത്രയിൽ കുത്തകകളുടെയും മാഫിയ ഗുണ്ടാ ഗ്രൂപ്പുകളുടെയും കടന്നുകയറ്റം തുടങ്ങിയ കാരണങ്ങളാൽ കന്നുകാലി വളർത്തലിൽ നിന്നും പലരും പിന്മാറുകയാണ്. ആന്ധ്രയിലും ഒഡീഷയിലും സർക്കാരുകൾ മാറി മാറി വന്നപ്പോൾ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികളെ സഹായിക്കുന്നതിന് ഗുണ്ടകൾ കാലികളെ തടഞ്ഞ് മാർക്കറ്റിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഈ കമ്പനികൾക്ക് സാഹചര്യം ഒരുക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രതിസന്ധിക്ക് കാരണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അതിൽ 2000 കോടി രൂപയും ഗുണ്ട പോലീസ് സംഘങ്ങൾ തട്ടിയെടുക്കുന്നതാണ്. ഇതുകൂടാതെ മാടുകളെ ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ കേരള മീറ്റിംഗ്സിൽ ഗോശാലയിൽ പോകുന്നുണ്ട്. ഒറ്റ എണ്ണം പോലും സർക്കാർ ഖജനാവിൽ ഇന്ത്യയിൽ എങ്ങും എത്തിയിട്ടില്ല. ഇതൊക്കെ പലപ്പോഴും പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേരള സർക്കാരിന് ഇതിലൊരു വിവിധ സംസ്ഥാനങ്ങളിലായിരുന്നു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. കേരള സർക്കാർ ഒന്നും വേണ്ടിയിട്ടില്ല. കേരളത്തിൽ നടക്കുന്നില്ല. കേരളത്തിൽ നടന്നു. കൊച്ചി ഹാർബർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 30 പശുക്കിടാക്കളെ ഓവർലോഡ് ആണെന്ന് പറഞ്ഞ് പിടിച്ചു. 30 പശുക്കളും ആരോഗ്യമുള്ള ആളുകൾ വെച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് ഞങ്ങളുടെ കയ്യിലുള്ള സാധനം. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് പോലും ജപ്തി ചെയ്ത മാടുകൾ എവിടെ പോയി സർക്കാരിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ആവശ്യത്തിന് കന്നുകാലികൾ ലഭ്യമല്ലാത്തതിനാൽ പല ഇറച്ചിക്കടകളും നിന്നു പോകുന്നു. സർക്കാർ ഈ വിഷയത്തിൽ നടപടിയെടുത്തില്ലെങ്കിൽ ഇറച്ചിക്കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ട് പ്രതിഷേധിക്കുവാനാണ് സംഘടനയുടെ തീരുമാനമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരിക്കെതിരെ കോൺക്ലേവുമായി മലങ്കര ഓർത്തഡോക്സ് സഭ. ഡ്രഗ്സ് കമ്മിറ്റി ഉച്ചകോടി ഈ മാസം 14-ന്. നിലമ്പൂരിൽ പ്രത്യേക രാഷ്ട്രീയ നിലപാടില്ലെന്ന് ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. കോട്ടയം ഇറഞ്ഞാൽ സ്വദേശിയായ കീബോർഡ് ആർട്ടിസ്റ്റിനെ കാണാനില്ലെന്ന് പരാതി. രഞ്ജു ജോണിനെ കാണാതായത് ഈ മാസം 4-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് അപായപ്പെടുത്തിയതാകാമെന്ന് കുടുംബം. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി. ഇല്ലിക്കലിലെ പൊന്മല പാലം അപകടാവസ്ഥയിൽ. അപ്രോച്ച് റോഡ് ഇടിഞ്ഞിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. പാമ്പാടി ബസ് സ്റ്റാൻഡ് ശോച്യാവസ്ഥയിൽ. അനധികൃത പാർക്കിംഗ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നു. വെയിറ്റിംഗ് ഷെഡും നനയുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.